രാഷ്ട്രീയ പാർട്ടി ആക്രമിച്ചതാരാ? കേട്ടല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വിശദീകരിക്കേണ്ടതില്ലാതെ കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഐക്യപ്പെടേണ്ട മേഖലകൾ വരെയും തൊരപ്പന്റെ പണിയെടുത്ത് അങ്ങേയറ്റം ഭിന്നിപ്പിന്റെ സ്വരമുണ്ടാക്കിയതാരാണ്? വളരെ കൃത്യമാണ്. ഇവിടെ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിന്റെ പ്രസംഗം ഞാൻ വെട്ടിച്ചുരുക്കിയിട്ടില്ല, കട്ടുമുറിച്ചിട്ടില്ല. സുദീർഘമായി പറയപ്പെടുന്ന സംഗതി അങ്ങനെ തന്നെ വെച്ചതാണ്. മുജാഹിദുകൾക്ക് പറയാനുണ്ട്, ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കുന്നുവെങ്കിൽ ആ പള്ളിക്ക് മുജാഹിദുകൾ പറയുന്ന ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അതെ, റസൂലുള്ള നിസ്കരിച്ചത് എങ്ങനെ അങ്ങനെ നിസ്കരിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാഅയുടെ ഖുത്ബ നടത്തുമ്പോൾ എങ്ങനെയാണോ നടത്തിയിരുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതങ്ങനെ നടക്കണം. തറാവീഹ് റസൂലുള്ളയും സ്വഹാബത്തും നിസ്കരിച്ചത് എത്രയാണോ 11 റക്അത്ത് അതങ്ങനെ നിർവഹിക്കണം. റസൂലുള്ളാഹിയുടെ പള്ളിയിൽ സ്ത്രീകൾ വന്നിരുന്നു, അത് കടന്നു വരണം. അതിനൊക്കെയുള്ള സൗകര്യമുണ്ടാവണം. അതിനാ ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയത്. നിങ്ങൾ ഉണ്ടാക്കിയതോ? അവിടെയാണ് വിഷയം. അതിനാണ് ഭിന്നിപ്പ് എന്ന് പറയുക. ഇത് ഭിന്നിപ്പല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തെ അത് പിൻപറ്റുകയായിരുന്നു. ഓ മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം ഞാൻ മടങ്ങി വരികയാണ്. മുജാഹിദുകൾ നാളിന്ന് വരെ പറഞ്ഞു വന്നിരുന്ന ആശയമുണ്ട്. അതേ, നൂറ്റാണ്ട് കാലമായി മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലാഹു അല്ലാത്തവർ ആരായിരുന്നാലും അത് കല്ലാവട്ടെ, മരമാവട്ടെ, നബിയാവട്ടെ, വലിയാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ആരോട് പ്രാർത്ഥിച്ചാലും ആരോടും അല്ലാഹുവിനോട് തേടേണ്ടുന്ന സഹായത്തേട്ടും ആരോട് തേടിയാലും അതെല്ലാം ശിർക്ക് തന്നെ. ഞങ്ങൾ മുമ്പ് ഓതാറുണ്ട്. അതേ ആയത്ത് തന്നെയാണ് ഇപ്പോഴും ഓതാറുള്ളത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ആരെ വിളിച്ചാൽ? ദൈവങ്ങളായി നിങ്ങൾ കാണുന്ന വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളെ വിളിച്ചാൽ അത് കല്ലാവട്ടെ, മരമാവട്ടെ, ആരെയാണെങ്കിലും നിങ്ങൾ വിളിച്ചാൽ അതിന്റെ കീഴിലാ മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളുള്ളത്, അതിന്റെ കീഴിലാണ് അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളുള്ളത്. അവരെല്ലാം അതിൽ പെടുന്നു. കഴിഞ്ഞില്ല, ജിന്നുകളും അതിൽ തന്നെ പെടുന്നവരാണ്. അവരോട് വിളിച്ചു തേടിയാലും ശിർക്ക് തന്നെ. മുജാഹിദുകൾ മുമ്പ് പറഞ്ഞതാണ്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. മുമ്പ് ഞങ്ങൾ പറഞ്ഞ വിഷയം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതാ മുമ്പ് ഇവര് പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിന് അതീതമെന്നാണ്. ഇപ്പോൾ ജിന്ന് കൂടിയപ്പോൾ ഇവര് പറയുന്നു സൃഷ്ടികളുടെ കഴിവിന് അതീതമായി എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം എന്താണെന്ന് ഇവിടെ പ്രസംഗിച്ച ആളുകൾക്ക് അറിയില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിക്കൂ, വേണ്ട സമസ്തയുടെ ചരിത്രം പഠിച്ചാൽ മതി. ആദ്യമായി നടന്നൊരു സംവാദമുണ്ടല്ലോ, അതേ, അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരാളും ഒരു ആയത്ത് ഓതാതിരുന്ന കാലം. ഏതായത്ത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരായത്തും തെളിവോതാതിരുന്ന കാലം. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്ത്, ഓ നബിയേ, അതാ കഴിഞ്ഞുപോയ അമ്പിയാക്കളോട് അങ്ങ് തേടണേ നബിയേ, ചോദിക്കണേ നബിയേ. ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു പണ്ഡിതനെന്ന് ആയത്തോതിയിട്ടുണ്ട്. ആ വാദപ്രതിവാദം നിങ്ങൾക്ക് അറിയുമോ? അതിന് നേതൃത്വം കൊടുത്തത് ഇന്നും കേരളമിന്റെ അഥവാ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന കേരളത്തിലെ അതേ ബഹുജന പ്രസ്ഥാനമായ, അടിത്തറയുള്ള ബഹുജന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ ഖാദിർ മൗലവിയാണ്.
അന്ന് ആ സംവാദത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കെതിരെ ഉണ്ടായിരുന്നത്, അന്ന് ഞങ്ങളുടെ വാദം ഏപ്പി ശക്തമായി പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടികളുടെ കഴിവിനതീതമായ സംഗതി സ്രഷ്ടാവിനോട് ചോദിക്കുകയാണ് വേണ്ടത്. സൃഷ്ടികളുടെ കഴിവിനതീതമായ സംഗതി ഒരു സൃഷ്ടിയോട് ചോദിച്ചാൽ അത് ശിർക്കാണ് മുസ്ലിയാക്കന്മാരെ. കൊട്ടപ്പുറം വാദപ്രതിവാദം പഠിക്കും. അബ്ദുസ്സലാം സുല്ലമിയുടെ സീഡി കൊണ്ടുവന്നിട്ടാൽ ആ സംവാദത്തിൽ മുജാഹിദുകൾ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. എന്താ കാര്യം? നിങ്ങളുടെ ട്രിക്കൻ പരിപാടി കൊണ്ട് കൂക്കുവിളിയും ബഹളവുമായി പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വന്നില്ലേ? ഞങ്ങൾക്ക് വിജയം വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ വിഷയത്തിൽ നിങ്ങളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. പക്ഷെ കഴിഞ്ഞില്ല. എന്താ കാര്യം? നിങ്ങൾ അതിനു മുമ്പേ പ്രശ്നാക്കാൻ സ്റ്റേജിൽ നിന്ന് പ്രത്യേകമായ ചില സിഗ്നലുകൾ കൊടുത്തു. അങ്ങനെ പ്രശ്നമാക്കി. അങ്ങനെയാണ് അത് കല്ലത്തായി പോയത്, അറിയോ? എന്നാൽ അന്ന് ഞങ്ങളുടെ വാദം കൃത്യമാണ്. സൃഷ്ടികളുടെ കഴിവിനതീതമായത് സൃഷ്ടാവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നല്ലേ ഏപ്പി പറഞ്ഞത്. പിന്നെന്താ മക്കളെ നിങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾക്ക് മനുഷ്യരുടെ കഴിവിനതീതമായതെന്നാ മുമ്പത്തത് ഇപ്പം മാറി ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? ഇനി കഴിഞ്ഞില്ല. 950 അതാ പരപ്പനങ്ങാടിയിൽ നടന്ന സംവാദത്തിന്റെ വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്ക് വേണ്ടി അതാ മുജാഹിദുകൾ വാദമെഴുതി കൊടുത്തതും ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. 60 വർഷം. ഞങ്ങൾ ആശയത്തിന് മാറ്റമൊന്നുമില്ല. ഞങ്ങൾ ആശയം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ജിന്നിനോട് തേടിയാലും മലക്കിനോട് തേടിയാലും ശിർക്ക് തന്നെ, സംശയം വേണ്ട. അതിൽ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം വന്നിട്ടും ഇല്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, വളരെ കൃത്യമായ എവിഡൻസോട് കൂടിയായിരിക്കും ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുജാഹിദുകൾക്ക് ആശയ വ്യതിയാനം പറ്റിയിട്ടില്ല. മുജാഹിദുകൾ പറഞ്ഞിടത്തു തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തട്ടിവിട്ടിട്ടോ അപ്പുറത്തുള്ള ചില ആളുകൾ പറഞ്ഞു എന്ന് ഊഹിച്ചെടുത്ത് ക്ലിപ്പ് കൊണ്ടുവന്നിട്ടിട്ട് കണ്ടോ പ്രാർത്ഥിച്ചു എന്ന് പറയാൽ അങ്ങനെ നിങ്ങൾ നടക്കണ്ട. ഇതാ കേരള ജംഇയ്യത്തുൽ ഉലമ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പണ്ഡിത സംഘടന, അതേ കേരളത്തിന്റെ പ്രവർത്തനം പരിശോധിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയാണ് KJU, കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായ തീരുമാനമെടുത്ത് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് കുറെ നാളായി. ഇതിങ്ങനെ കൊണ്ടിട്ടിട്ട് ഏത് സ്ഥലത്ത് ഒരു മുജാഹിദുകളെ ഒരു 10 മുജാഹിദ് മാറിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ ആശയം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് മാറിയിരിക്കുന്നു. ഞാൻ പറയുന്നു ഇല്ല, മാറൂല. അതേ സമയത്ത് നിങ്ങൾ എത്ര ഇട്ടാലും ഞങ്ങളത് വിശദീകരിച്ചാൽ ആളിങ്ങോട്ട് പോരും. ഇപ്പോഴും പോന്നുകൊണ്ടിരിക്കുകയാണ്. ബേജാറ് ചെറുതൊന്നുമല്ല. ഞങ്ങൾ പറയേണ്ട കൃത്യമായ മറുപടി പറയും. ഇവിടെ പറഞ്ഞ് ചെലൂരിൽ ഞാൻ ഈ റഹ്മാനി പണിയെടുക്കുന്ന പള്ളിയുടെ മൂക്കിന്റെ താഴത്ത് പോയി പരിപാടി നടത്തി, അതിന് മറുപടി പറഞ്ഞില്ല. നാട്ടുകാരറിഞ്ഞോ? ഈ നൗഷാദ് അഹ്സനി ഇന്നിപ്പോൾ അവിടെ പള്ളി വന്നിട്ട് 2 വർഷമാവുന്നുള്ളൂ. ഞാൻ അവിടെ ഖത്തീബായി വന്നിട്ട് 1 വർഷമാവുന്നുള്ളൂ. 2 വർഷമായി പള്ളി വന്നിട്ട്. ഈ പള്ളി വരാനൊരു സാഹചര്യമുണ്ട്. അതെന്താണെന്നറിയോ? അവിടെ ഹൈദർ സാഹിബിനെ പോലെ 1-2 ആളുകൾ മാറി. ഹൈദർ സാഹിബ് ആദ്യം വിദ്യാപ്രസ്ഥാനത്തിലേക്ക് വന്നു. അങ്ങനെ ചില ആളുകൾ മാറിയപ്പോൾ അവിടെ 2 സഖാഫിമാരുണ്ടായിരുന്നു. അവര് പ്രശ്നമാക്കി അഹ്സനിയെ കൊണ്ടുവന്നൊരു മുഖാമുഖം നടത്തി. മുഖാമുഖം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പള്ളിയുടെ തറക്കല്ലും ഇട്ടു. അൽഹംദുലില്ലാഹ്, പള്ളി തുടങ്ങി. ഇപ്പോഴവിടെ 10ഓളം കുടുംബക്കാർ പള്ളിയുടെ തൊട്ടടുത്ത് ചെലൂരിലെ പള്ളിപ്പാറ മഹല്ലിൽ നിന്ന് 10ഓളം കുടുംബങ്ങളെ ഊരുവിലക്കിയിരിക്കുകയാണ്. അറിയോ കഥ? എന്തേ കാര്യം? നിങ്ങളെ മുഖാമുഖം കൊണ്ടുള്ള നേട്ടാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഞാൻ അവിടെ വന്നതിന് ശേഷം ഈ അടുത്ത് ഞങ്ങൾ ഒരു മുഖാമുഖം നടത്തി. എന്ത് മുഖാമുഖം? ഞങ്ങളുടെ കോമ്പൗണ്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ കുത്തുബിയത്ത് എന്തിന് അതിന്റെ CD ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും.
സമസ്തയിൽ നിന്ന് മാറി വന്ന വന്യവയോധികരായ പണ്ഡിതന്മാരടക്കം 10ഓളം മുസ്ലിയാക്കന്മാർ പങ്കെടുത്ത പരിപാടി ഞങ്ങൾ മുഖാമുഖം നടത്തി. ആ മുഖാമുഖം നടത്തിയപ്പോൾ അതിന് മറുപടിയായിട്ട് അച്ഛൻ ഇവിടെ വന്നതുപോലെ ക്ലിപ്പുമായിട്ട് അവിടെ വന്നു മറുപടി പറഞ്ഞിട്ട്, ഞാൻ പിന്നെ നാദാപുരത്ത് പരിപാടിയിലാണ്, നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എന്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പ നിങ്ങളെ നസറാണി എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. നസറാണി എന്ന് പറഞ്ഞാൽ മുമ്പ് നസ്രായക്കാരൻ എന്ന നിലക്ക് ഉദ്ദേശിച്ചുകൊണ്ട് നസുർ എന്ന പദത്തിൽ നിന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ അൽഹംദുലില്ലാ ഖൈറാണ്, സഹായിക്കുന്ന ആള് നേർത്തുള്ള പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? പക്ഷേ ഇവരുദ്ദേശിച്ചെന്തിനാ? നസീറുദ്ദീൻ റഹ്മാനിയല്ല, നസറാണി എന്നാണ് അവനെ വിളിക്കേണ്ടത് എന്ന് മുസ്ലിയാക്കന്മാർ അവിടെ പ്രസംഗിച്ചിട്ട് പോയതാണ്. ഒന്നും മുണ്ടിയില്ല. ഞങ്ങളൊരു മുഖാമുഖം പരിപാടി നടത്തിയില്ല. കാരണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിഫലനം ഉണ്ടാവണ്ടേ. ഒരു പ്രതിഫലനം അന്നും അതിന് മുമ്പ് പള്ളിയിൽ വന്ന സുന്നികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ആ പള്ളിയിലുണ്ട്. ഇതുവരെ സുബഹി ജമാഅത്തിന് വരെ പള്ളിയിലുണ്ട്. പിന്നെ കുറെ ആളുകളെ പേടിപ്പിച്ചു, ഖബറടക്കൂല. ജുമാക്ക് മുജാഹിദികളായ ആളുകളെ വിളിച്ചിട്ട് തന്നെ പറയാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും പള്ളിയിലേക്ക് ജുമാക്ക് വെക്കോ, ജുമാക്ക് അവിടെ പോകണ്ടാണ്. മനസ്സിലായോ? അവസാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മറുപടി പറയാൻ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാക്കണ്ട. അൽഹംദുലില്ലാ, ഞാൻ നിൽക്കുന്ന ആ പള്ളിയിൽ സുബഹിക്ക് ശേഷം ക്ലാസ് ഉണ്ട്. അതുപോലെ ജുമായുടെ ഖുത്ബയും ഞങ്ങൾ പുറത്തിടുകയാണ്. മിനാരത്തിലുള്ള മൈക്കിലൂടെ പുറത്ത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ. അന്നു മുതൽ തുടർച്ചയായി വളരെ വ്യക്തമായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അശ്വനിമാരെ, നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ നാട്ടുകാരായ സക്കാഫിമാരോട് ചോദിച്ചു നോക്കൂ. കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇവർക്ക് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ പള്ളിയുടെ മുന്നിൽ, അങ്ങാടിയിൽ, അവരുടെ പള്ളിയുടെ മുന്നിൽ മാല കൊണ്ടുവന്ന് തൂക്കി. എന്താ മാല? ഇവൻ കലം കെട്ടി വന്നവനാണ്. എന്നെ കുറിച്ച് പറയാൻ, കലം കെട്ടി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ. വേറെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കാൻ. ഇവൻ പരദേശിയാണ്. ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്, മൈക്കിലൂടെ പ്രസംഗം നടത്തുകയാണ്, നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ എന്ന പേരിൽ അവിടുത്തെ നാട്ടുകാരാണ്. നാട്ടുകാർ ഞങ്ങളാരും എഴുതിയില്ലല്ലോ പഠിച്ചോ, ഇപ്പൊ നാട്ടുകാരാരാ? അപ്പൊ നാട്ടുകാർ അവിടുത്തെ അപ്പുറത്തെ നാട്ടുകാരാ. മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത്? അതിന് കൃത്യമായ മറുപടി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനിയും എല്ലായിടത്തും പറഞ്ഞു നടക്കണ്ട. ഞാനിത് കുറെ നാളായല്ലോ, നമ്മൾ മരവന്തയെ തുടങ്ങിയതല്ലേ. മരവന്തയിൽ നിങ്ങൾ പ്രസംഗിച്ചു, ഞാൻ മറുപടി പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ പ്രസംഗിച്ചു, വീണ്ടും ഞാൻ മറുപടി പറയാമെന്നപ്പോഴാണ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം അത് നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പതാ തലക്കെടുത്തൂരും. ഞാൻ അന്നേ പറയാൻ തുടങ്ങിക്കണു. മറുപടി പറഞ്ഞിട്ടുണ്ട് അശ്വനി, മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വാഗതം, വീണ്ടും വന്നൊരു മുഖാമുഖം നടത്തിക്കോളൂ. ഒരു കുടുംബത്തെ കൂടി ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഉറപ്പാണ്, സംശയമില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, നിങ്ങൾ മുഖാമുഖം കഴിച്ചു പോയപ്പോഴും കിട്ടിയ ഒരാളെ, ഒരു കുടുംബത്തെ എപ്പോഴും റെഡിയാണ്. അപ്പൊ ഓരോ പ്രാവശ്യം നിങ്ങൾ വരുന്ന നല്ലതാണ്. ഖൈർ, അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ആദർശം അതാ ഞങ്ങളെ കയ്യിൽ. അന്ന് ഞങ്ങൾ പറഞ്ഞത് ഇന്നും ഞങ്ങൾ പറയുന്നു, മാറ്റമില്ല. നിങ്ങൾ എത്ര ആയിരക്കണക്കിന് ക്ലിപ്പിട്ടാലും ശരി, ദാ ഇനി കേൾക്കാൻ പോകുന്ന ഒരു ക്ലിപ്പോടുകൂടി നിങ്ങളുടെ മുഴുവൻ ക്ലിപ്പുകളും ഇതാ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. കേട്ടോളൂ നിങ്ങൾ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 എണ്ണം മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. ഇതാണ് ദീനീ പ്രവർത്തനം. എന്നിട്ടോ ഇവിടെ ഉണ്ട്. പിന്നെ കേട്ടോളൂ നിങ്ങൾ. ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഏർപ്പെടുന്നു പറഞ്ഞ തെളിവില്ലാന്നാണ് ഞാൻ എഴുതിയത്. സാൽവേഷൻ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അത് എന്റെ പേരിൽ ആരോപിച്ചിരിക്കാം. മുഴുവൻ ആളുകളോട് നമ്മൾ ചോദിക്കുന്നു, എവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ അങ്ങനെ ജിന്നിനോട് സഹായം തേടാൻ തെളിവുണ്ട് എന്നോ തേടാമെന്നോ പറഞ്ഞതായി തെളിയിക്കുന്ന കൊണ്ടുവരൂ നിങ്ങൾ. പിന്നെന്താ?
എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിനോട് സാമീപ്യമുള്ള എന്തെങ്കിലും ഒന്ന് വർത്താനം കേട്ടാൽ കണ്ടോ ജിന്നിനോട് സഹായം തേടാന്ന് പറഞ്ഞു. ഇതിനി സക്കറിയാ സ്വലാഹി പറഞ്ഞുകൊണ്ട് വിഷമാവണ്ട, അത് അയാള് മാറ്റി പറഞ്ഞായിരിക്കും. ഞങ്ങളെ പണ്ഡിതന്മാരൊക്കെ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. കേട്ടോളൂ, ചാലിയത്ത് നടന്ന ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം. ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇതാ പിളരാൻ പോവുകയാണ്. അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, സക്കരിയ സലാഹി വേറെയാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതിനുറച്ച തീരുമാനങ്ങൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒപ്പിട്ട പണ്ഡിതന്മാരുണ്ട്. അവർക്കാർക്കും ഒരു തർക്കവുമില്ലാതെ വെറുതെ അവരുടെ പേരിൽ നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയണ്ട. അടിച്ച് ചികിത്സിക്കണമെന്നാ പറയുന്നത്, അടിക്കണമെന്ന് ആ രൂപത്തിൽ ആരാണത് പറയുന്നത്? ആർക്കും ആ വാദം കേരള ജംഇയ്യത്തുൽ ഉലമയിലില്ല. പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല. വളരെ കൃത്യമായി ഞങ്ങൾക്കങ്ങനെ ഒരു വാദമില്ല. ഇവിടെന്താ ഞാൻ ഞാനൊരു വിഷയം ഇട്ടിരുന്നു. കാന്തപുരം അറിയാതെ അള്ളാഹു ഇനി ഇവിടെ ഒന്നും ചെയ്യുകയില്ല എന്ന വിഷയം ഞാൻ ഇട്ടപ്പോൾ ഉടനെ നൗഷാദ് ഹസനി പറഞ്ഞൊരു വാചകമുണ്ടെന്താ, അത് പറഞ്ഞയാൾ ഇവർക്ക് മലയാളം ഇൻഷാ അല്ലാഹ് വിഷയം വരുന്നുണ്ട്, അവിടെ ഞാനത് കാണിക്കാം. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു വിഷയമുണ്ട്. എന്ത്? ഇവർക്ക് മലയാളം അറിയില്ലേ? അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്താ ചെയ്യാ? അയാളോട് വിളിച്ചു ചോദിക്കല്ലേ വേണ്ടത്, അല്ലേ? വിളിച്ചു ചോദിക്കണം. മൂപ്പർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കണം. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് നൗഷാദ് ഹസനി പറഞ്ഞത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആക്ഷേപമുന്നയിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഇതാ തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിച്ചത് മുഴുവനും സക്കരിയ സ്വലാഹിയുടെ ക്ലിപ്പുകളും അതുപോലെ അനുബന്ധമായ വിഷയങ്ങളുമായിരുന്നല്ലോ ഇട്ടത്. തകർന്നില്ലേ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാദമേ ഇല്ല. ഞങ്ങൾ അന്ന് പറഞ്ഞു, സൃഷ്ടികളുടെ കഴിവിനതീതമായ സംഗതി സൃഷ്ടാവിനോടല്ലാതെ ചോദിക്കാൻ പാടില്ല. ഇത് മുജാഹിദ് ആദർശമാണ്. ഇന്നും നെഞ്ചൂക്കോടെ ചങ്കൂറ്റത്തോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആദർശം അത് തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അത് പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയമാണ്. ആ ആശയം കാലാന്തരേണ മാറ്റപ്പെടേണ്ടതല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഞങ്ങളെ വിശ്വാസം കൃത്യമാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതാണ്. അതിലും ഞങ്ങൾക്ക് മാറ്റമില്ല. ഇനി ഞാൻ പറയട്ടെ, അടുത്ത വിഷയം എന്തായിരുന്നു? സിഫത്തുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ഇവിടെ പരാമർശിച്ചിരുന്നു. അത് അദ്ദേഹം പറഞ്ഞതിന് മറുപടി ഞാൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, ഇസ്തവാ അലൽ അർശ് എന്ന വിഷയം എടുത്തു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഉനിയത്തു താലിബിൻ. അദ്ദേഹം പറഞ്ഞെന്താ മറുപടി? എന്താ ഉനിയ? ഞാൻ അതിവിടെ തന്നെ പറഞ്ഞിരുന്നു. ഇത് നേരത്തെ പറയും, അത് വേറെ ഉന്യയാണ്, ഈ ഉന്യയിൽ കടത്തിക്കൂട്ടിയതാണ്. ഓരോ കിതാബ് വായിക്കുമ്പോഴും ഉടനെ പറയും, ഇല്ല അത് കടത്തിക്കൂട്ടിയതാണ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, കടത്തിക്കൂട്ടിയതാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുവരാം ഒറിജിനൽ. ജനങ്ങളെ, ഇതാണ് ഒറിജിനൽ കോപ്പി, ഇത് കടത്തിക്കൂട്ടി, ഇതിലാണ് ഇവർ വായിച്ചിട്ടുള്ളത്, ഇതിലതില്ല. അതല്ലേ സാമാന്യ മര്യാദ? അതല്ലേ? ഇതെന്താ പറഞ്ഞ് എന്റെ മുന്നിലോട്ട് വരട്ടെ, അവിടെ ഇരുന്ന് വായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ വലിയ ആളായിട്ട് ചമയാൻ നല്ലതാണ്. പക്ഷെ ഇത് പറയേണ്ടത് ജനങ്ങളുടെ മുന്നിൽ പറ. നിങ്ങൾ എന്നാ നിങ്ങൾക്ക് പേടി? എടുത്തുകൊണ്ടുവാ, 2 കിതാബും കൊണ്ടുവരൂ. ഇത് ഒറിജിനൽ, ഇതുവരെ ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് കാണിച്ച പ്രശ്നം തീർന്നില്ലേ? വായിക്കൂ നിങ്ങൾ. അതല്ലേ ശരിക്കുള്ള ആൺകുട്ടികളുടെ സ്വഭാവം. ഞങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടിയുണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ ചെയ്യേണ്ടത് അതല്ലേ? അള്ളാഹുവിന്റെ ദീനിൽ ഇത്തരം ഒരു സമ്പ്രദായം കടത്തിക്കൂട്ടി എന്നാണ് ഞങ്ങളെ കുറിച്ച് വാദിക്കുന്നതെങ്കിൽ ആ വാദം ശരിവെക്കാൻ നിങ്ങൾ കിതാബ് ഉദ്ധരിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വായിച്ചിരുന്നു, ഉനിയ എന്ന കിതാബ് മാറ്റിവെച്ചുകൊണ്ട് തന്നെ
അതാ ഉസ്മാൻ ഇബ്നു സഈദ് ദാരിമി റഹിമഹുള്ളയുടെ കിതാബ് ഞാൻ വായിച്ചു. പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബാണെന്ന് തെളിയിക്കണം, അദ്ദേഹത്തിന്റെ കിതാബാണെന്ന് തെളിയിക്കൂ, അതല്ലെങ്കിൽ ഞങ്ങളെ മുന്നിൽ വന്നിരുന്ന് വായിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് പറയൂ. അതല്ലേ വേണ്ടത്, പ്രമാണമല്ലേ കൊണ്ടുവരേണ്ടത്. അത് അദ്ദേഹത്തിന്റെ കിതാബല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു കിതാബേ ഇല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ആരോ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ വായിച്ചാൽ ഞങ്ങൾ പറയും. എന്ത് നിങ്ങൾ വായിക്ക ഒരു കിതാബ് എടുത്തിട്ട് ഇന്നയാൾ എഴുതിയ കിതാബ്, ഞങ്ങൾ പറയുന്നു ആ കിതാബ് അദ്ദേഹത്തിന്റെ പേരിൽ എഴുതപ്പെട്ടതാണെങ്കിൽ അത് തെളിവുദ്ധരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി, ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്ക്, അപ്പൊ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. പിന്നെയോ അള്ളാഹുവിന്റെ കൈ എന്നും അള്ളാഹുവിന്റെ മുഖമെന്നുമൊക്കെ പറഞ്ഞിവിടെ കുറെ ആക്ഷേപങ്ങൾ ഉണ്ടാക്കി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞിരുന്നല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന് പൂർവികരായ പണ്ഡിതന്മാർ അർത്ഥം വെച്ചിട്ടുണ്ട് എന്ന്. അതാ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ, ആ പരിഭാഷയിൽ നിന്ന് ഞാൻ വായിച്ചിരുന്നു, ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊടുത്തതാണ്. നിങ്ങൾ പോയൊന്ന് പരിശോധിക്കണേ, അത് സൂറത്തു ത്വാഹയിലെ ആയത്തിന്റെ വിശദീകരണത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ മുണ്ടാഞ്ഞ്, എന്താ പറഞ്ഞത്? അങ്ങനെയല്ല, അവിടെ പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു പോയി. എന്ത് വിശദീകരിച്ചു? സ്വന്തം ആവശ്യത്തിന് പറ്റുന്ന വിശദീകരണം നൽകി. എന്നാലേ ഇനി അള്ളാഹുവിന്റെ കൈയെന്നോ മുഖമെന്നോ ഒക്കെ പറയാൻ പാടില്ലെന്നാണോ? ഞാൻ ചോദിക്കട്ടെ, മുജാഹിദുകൾ മാത്രമാണോ അത് പറഞ്ഞത്? ഇതാ നിങ്ങൾക്ക് പരിശോധിക്കാം, എന്റെ കയ്യിലിരിക്കുന്നത് ഇഹ്യാ ഉലൂമുദ്ദീൻ, മതവിജ്ഞാനങ്ങളെ ജീവിപ്പിക്കുന്നു എന്ന ഇമാം മുഹമ്മദ് അൽ ഗസാലി അത്തൂസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്, അബൂ ഹാമിദ് അൽ ഗസാലിയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അതിന്റെ വിശദീകരണം, അതിന്റെ പരിഭാഷ അതാ MB കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, കുഞ്ഞഹമ്മദ് മൗലവി MFB MA മുദർരിസ് പാടൂർ, അദ്ദേഹം അതാ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ പരിഭാഷയിൽ കാണാം. അദ്ദേഹം പറയുന്നു, കേട്ടോളൂ, സത്യവിശ്വാസിയുടെ ഹൃദയം പരമകാരുണികനായ അള്ളാഹുവിന്റെ വിരലുകളിൽ 2 വിരലുകളുടെ ഇടയിലാണുള്ളത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബൈന ഇസ്ബഇർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ് എന്ന പരാമർശം എഴുതാൻ പാടില്ല എന്ന നിങ്ങളെ പുത്തൻവാദമുണ്ടല്ലോ, അതാ കേരളക്കരയിലെ പഴയ മുദർരിസുമാർക്ക് അറിയില്ല. അവർ പരിഭാഷ എഴുതുമ്പോൾ പോലും അത് എഴുതി വെച്ചു. ഇനി മാത്രമോ അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറയാൻ പറ്റൂലേ? അത് മുജാഹിദുകൾ ഉണ്ടാക്കിയതാണോ? ഇതാ എന്റെ കയ്യിലിരിക്കുന്ന സാധനമേതാ? ഇത് സത്യധാരയാണ്, സത്യധാരയാണ് പ്രിയപ്പെട്ട സഹോദര. അതുപോലെ തന്നെ മാത്രമല്ല, ഇത് റിസാലയുടെ കോപ്പിയുമാണ്. കേട്ടോളൂ, ഞാൻ വായിക്കാം. ശഅബാൻ 15 മോചനത്തിന്റെ രാവ്, ബറാഅത്ത് ദിനം. കേട്ടോളൂ, ശഅബാൻ 15ന്റെ രാത്രി സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശങ്ങളിലേക്ക് അള്ളാഹു ഇറങ്ങി വരും. അതെങ്ങനെ ഇറങ്ങാ? നിങ്ങളാ പറയേണ്ടത്. ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരിറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇറക്കം നിങ്ങൾ സങ്കല്പിക്കണ്ട. ഞാൻ അതിനാ കൂറ്റനാടിന്റെ തഫ്സീർ എന്ന് വായിച്ചു കേൾപ്പിച്ചത് നിങ്ങളെ. കൂറ്റനാടിന്റെ തഫ്സീർ എന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. എന്ത്? അള്ളാഹു അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പ്രക്രിയ അല്ല. എന്താ നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞത്? എന്തേ മനസ്സിലായില്ല? ആ കിതാബ്, ആ പരിഭാഷയിലില്ലേ? അത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അതിൽ സൂറത്തു ത്വാഹയുടെ പരിഭാഷയിൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന വാചകത്തിന് അർത്ഥം വെച്ചതാണ്. അതിന്റെ അർത്ഥമാ പറഞ്ഞത്. പൂർവികരായ മുഫസ്സിറുകൾ അള്ളാഹു അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചത്, ഇരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പ്രക്രിയ അല്ല അള്ളാഹുവിൻ്റെത്. നിങ്ങളോ
നിങ്ങൾ ഞങ്ങൾക്കില്ലാത്ത വാദം സങ്കല്പിച്ചുണ്ടാക്കി ജനങ്ങളുടെ മുന്നിൽ അതിനെ എരപ്പാക്കാൻ ശ്രമിച്ചു. അതാ നടന്നു. ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന പോലെ ഇറങ്ങുന്നു എന്ന അർത്ഥത്തിനല്ല ഞങ്ങൾ പറയാ. അതിനാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ, അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, പണ്ഡിതന്മാർ ഓരോരുത്തരും അതാ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, പരമകാരുണികനായ റബ്ബ് അർശിന്മേൽ അതാ ആസനസ്ഥനായി. ഇനി അതാ കൂറ്റനാടിന്റെ പരിഭാഷയിൽ പറഞ്ഞതുപോലെ ശരിയായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഒരാള് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ വന്നിട്ട് ചോദിക്കുകയാണ് ഇമാമിനോട്, എന്താ ചോദ്യം? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അങ്ങനെ ഖുർആനിലുണ്ടല്ലോ കൈഫസ്തവാ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർശിന്മേൽ ഇരിക്കുക എന്ന നിലക്കൊരു ചോദ്യം അങ്ങ് ചോദിച്ചപ്പോൾ അതാ പണ്ഡിതന്മാര് പഠിപ്പിച്ചു കൊടുത്തു. അസ്മാഉ സിഫാത്തിന്റെ ശാഖയിൽ, ആ വിജ്ഞാന ശാഖയിൽ അറിയപ്പെട്ടൊരു ആപ്തവാക്യം പോലെ ഇന്നും അത് നിലനിൽക്കുകയാണ്. അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവാ എന്നത് അറിയപ്പെട്ട സംഗതിയാണ്. കൈഫിയത്ത് മജ്ഹൂലാണ്, എങ്ങനെ എന്നത് അറിയപ്പെടാത്തതാണ്. മാത്രമല്ല അത് വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. അതിനെക്കുറിച്ച് ചോദിച്ചു നടക്കുക എന്നത് ബിദ്അത്താണ്. പണ്ഡിതന്മാര് പഠിപ്പിച്ചു. അപ്പൊ നിങ്ങൾ വരലെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ വിവക്ഷ ഒന്ന് പറയണേ. പിന്നെന്താ? അല്ലാഹ് ഇറങ്ങി വരും. ഇനിയും നൂറുകണക്കിന് ലേഖനങ്ങളുണ്ട്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയം, ആ ആശയത്തിന് യാതൊരു മാറ്റവും ഇല്ലാതെ മുജാഹിദുകൾ ഇന്നും കൊണ്ടു നടക്കുകയാണ്. മുജാഹിദുകളെ കളിയാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, അവരുണ്ടാക്കിയെടുത്ത ഒരു പുത്തനാശയം അല്ലാതെ, അവരുണ്ടാക്കിയെടുത്തൊരർത്ഥമല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചെന്നു അല്ലാഹുവിനെ. അതാ ഒന്നാമത്തെ മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ, അദ്ദേഹം അത് രേഖപ്പെടുത്തി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ അത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അതിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പ്രത്യേകമായ വീക്ഷണങ്ങളൊന്നും പറയാൻ പാടില്ല. എങ്ങനെ? അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ ഉടനെ അതിനെക്കുറിച്ച് ഖുദ്റത്ത് എന്ന് അർത്ഥം വെക്കണ്ട, ഖുദ്റത്ത് എന്ന് പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈ എന്ന് പറയുമ്പോഴേക്ക് ചില ആളുകൾ പറയുന്നു അതിന്റെ അർത്ഥം ഖുദ്റത്ത് എന്നാണ്. അദ്ദേഹം പറഞ്ഞു പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കോപിക്കുന്നു, അവൻ അതുപോലെ തന്നെ ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ നമ്മളുടെ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരായവനാണ്, അതിൽ സംശയം വേണ്ട. ഓ മുസ്ലിമീങ്ങളെ, എന്തൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ എന്ത് പറഞ്ഞാലും ശരി, അള്ളാഹുവിന്റെ ആശയം ഞങ്ങളങ്ങ് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ജനങ്ങൾ അതാ അത് ഉൾക്കൊള്ളുകയായി. ഇത് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ഖണ്ഡനങ്ങൾക്കൊരു പ്രശ്നം? ഞാൻ പറഞ്ഞു, നമ്മൾ ഖണ്ഡനത്തിനില്ല വാദപ്രവാദത്തിനുണ്ടോന്നാ. അതൊക്കെ അതിന് കൃത്യമായ സമയത്ത് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കും. അതിന്റെ കാര്യങ്ങൾ യഥോചിതം സംഭവിച്ച് മുന്നോട്ട് പോയാൽ മതി. തലക്കെടുത്തൂരും ചോദിച്ചു, കണ്ണൂരും ചോദിച്ചു, എല്ലായിടത്തും ചോദിക്കാൻ കൃത്യമായി നമ്മൾ മറുപടിയും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പേടി? ഈ ഖണ്ഡന പ്രസംഗം കൃത്യമായി നടന്നുപോയാൽ നിങ്ങൾക്കറിയാം, ഇതിങ്ങനെ നടന്നാൽ ജനങ്ങളുടെ മുന്നിൽ ആശയം വ്യക്തമാകും. അപ്പൊ ജനങ്ങൾ അത് വിശ്വസിക്കും, കാര്യം മനസ്സിലാക്കും, മാറും. ജനങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായി നടന്ന വലിയ ഖണ്ഡനം, ആ ഖണ്ഡനത്തിനൊടുവിൽ മുജാഹിദുകൾക്ക് വല്ല നേട്ടമുണ്ടായോ? നേട്ടമുണ്ടായി എന്ന് പറയുന്നത് കേരളത്തിലെ
സമസ്തയിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കേട്ടോളൂ. ഞങ്ങൾ ഇത്തരം കുറ്റങ്ങൾ പറയാറില്ല. പക്ഷെ ഇയാൾ പറയാണ് അവകാശവാദം. വാഴക്കാടെ ഞാൻ പ്രസംഗിച്ചത് കൊണ്ടാണ് മുജാഹിദ് രണ്ടായത്. സുബ്ഹാന ജല്ല ജലാലു. മൂപ്പര് വാഴക്കാട് പ്രസിഡന്റ് മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി രണ്ടായി പിളർന്നത്. കാരണം ആകാശം പ്രവിശാലമാണ്, അതുകൊണ്ട് യേശുവിൽ വിശ്വസിപ്പീൻ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. പക്ഷേ ആകാശം വിശാലായിക്കോട്ടെ, എന്തിനാ യേശുവിൽ വിശ്വസിക്കുന്നത്? ഇയാൾ പ്രസംഗിച്ചുകൊണ്ടെങ്ങനെ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി രണ്ടായി പിളർന്നത്? ഇയാൾ പറയണത് നോക്ക് നിങ്ങൾ. ഞാൻ അതിനെ ശരിക്കും കെണ്ണിച്ചങ്ങ് പ്രസംഗിച്ചപ്പോ എന്താ ഉണ്ടായെന്നറിയോ? അത് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. എന്താ ഉണ്ടായത്? മുജാഹിദ് പിളർന്നു, രണ്ടായി. ഇങ്ങനെ മുജാഹിദ് രണ്ടായത് ഞാൻ വാഴക്കാട്ട് പ്രസംഗം നടത്തിയതിന് ശേഷമല്ലേ? വിഷയം പ്രധാനമായും ഇത് തന്നെയല്ലേ? മറുപടി പറയാൻ കഴിയോ? പ്രസംഗിച്ചോണ്ട് മുജാഹിദ് പിളർന്നു എന്നാണ് അദ്ദേഹം പറയണത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നൊക്കെയാണ്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാ, കണക്കെടുത്തിട്ടാ പറയുന്നത്. ഇയാൾ പ്രസംഗിക്കുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന്റെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദിന് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാൾ പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നൊക്കെ. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത്? APയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു APയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അനവധി AP പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ. അവിടെ സംഘടിത സക്കാത്ത് നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തുന്നതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഈ ഞാൻ പ്രസംഗിച്ചല്ല പറഞ്ഞപ്പോ ഒരു സാമ്പിൾ വാഴക്കാട് പറഞ്ഞതാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ മഹല്ലുകൾ എണ്ണിങ്ങനെ എടുത്താൽ കേരളത്തിലെ 90% മഹല്ലുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും അനുയായികളുടെയും പ്രവർത്തനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഖണ്ഡനത്തിന്റെ വഴിക്ക് പോകട്ടെ, ഖണ്ഡനം തുടരട്ടെ, നടക്കട്ടെ. അതേ വാദപ്രതിവാദം വേണോ? അതിനിവിടുത്തെ പണ്ഡിതന്മാരുണ്ട്, പള്ളിയുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അതിന്റെ ആവശ്യ കാര്യങ്ങൾ നീക്കിക്കോ നിങ്ങൾ, യാതൊരു പ്രശ്നവുമില്ല. അതിന്റെ പേരിൽ ഇത് മുടക്കണ്ട. ഇത് കൃത്യമായിട്ട് നടക്കട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അതേ അബ്ദുറഹ്മാൻ സലഫി കേരളത്തിലെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ള പണ്ഡിതൻ. ആ അബ്ദുറഹ്മാൻ സലഫിയാണ് 9ഓളം ഖണ്ഡനങ്ങൾ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായി വാഴക്കാട് നടന്ന ഖണ്ഡനം. അൽഹംദുലില്ലാ. വിഷയം എന്തായിരുന്നു? അസ്മാ സിഫാത്ത് തന്നെ. എന്ത് വിഷയം? അള്ളാഹുവിന്റെ ദാത്തു സിഫാത്ത് വിഷയം തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കതിൽ എന്ത് പറഞ്ഞാലും തെളിവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇതൊന്നും നിർത്തിവെച്ചിട്ട് ഒരു അടച്ചിട്ട മുറിയിലോ അല്ലെങ്കിൽ അതുപോലെ ഒരു സംവാദത്തിന്റെ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് കുറെ വർത്തമാനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3-4 മണിക്കൂർ പറഞ്ഞ് പോയാൽ കഴിഞ്ഞ് ഇനി ഇവിടെ വരണ്ടല്ലോ. അത് നല്ലതാണ്, നടക്കട്ടെ അത്. പക്ഷെ അതിന് ഇത് മുടക്കണ്ട. ഇനി കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ അദ്ദേഹം അതാ രേഖപ്പെടുത്തുന്ന വാചകം അദ്ദേഹത്തിന്റെ വാചകമാ. നേരത്തെ ഞാനൊന്ന് ഹ്രസ്വമായി നിങ്ങളോട് പറഞ്ഞത് അതാ പണ്ഡിതൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കോപിക്കുന്നു, അവൻ തൃപ്തിപ്പെടുന്നു എന്ന് പറയാറുണ്ട്. ആ പറഞ്ഞതിന് കോപമെന്ന് പറഞ്ഞാൽ അള്ളാന്റെ ശിക്ഷയാണ്. വരിളാഹു തൃപ്തി എന്ന് പറഞ്ഞാൽ സവാബുഹു അല്ലാഹുവിന്റെ പ്രതിഫലമാണ് എന്നൊന്നും അല്ലാഹുവിന്റെ വാചകത്തിന്, ആ വിശേഷണത്തിന് അർത്ഥം വെക്കപ്പെടുകയില്ല.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വാചകം വീണ്ടും പറയട്ടെ. വലാ യുഖാലു ഇന്ന യദഹു ഖുദ്റത്തുഹു, അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ കഴിവാണ് എന്ന് പറയപ്പെടുകയില്ല. ഔ നിഅമത്തുഹു, അല്ലെങ്കിൽ അനുഗ്രഹമാണെന്ന് പറയപ്പെടില്ല. അങ്ങനെ പറഞ്ഞാൽ ലിഅന്ന ഫീഹി ഇബ്താലു സിഫാ, അത് അല്ലാഹുവിന്റെ വിശേഷണത്തെ നശിപ്പിക്കലാണ്. വഹുവ ഖൗലു അഹ്ലിൽ ഖദ്രി വൽ ഇഅ്തിസാൽ, അതദാ ഖദ്രിയാക്കളുടെയും മുഅ്തസിലിയാക്കളുടെയും വാദമാണ്. ആരാ പറയുന്നത്? പണ്ഡിതരായ അബൂ ഹനീഫ അൻ-നുഅ്മാൻ അൽ-കൂഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയോ അല്ലാഹുവിന്റെ അർശ് എവിടെയാ?